അമേരിക്കൻ വിസ കിട്ടാൻ കാത്തിരിക്കുന്ന ഇന്ത്യക്കാർക്ക് ഇപ്പോൾ ഒരു വലിയ പ്രശ്നം നേരിടുന്നുണ്ട്. H1B വിസയിൽ അമേരിക്കയിൽ ജോലി ചെയ്യാൻ പോകുന്ന IT ജീവനക്കാർ, എഞ്ചിനീയർമാർ, ടെക്നോളജി രംഗത്തെ ആളുകൾ എന്നിവർക്ക് വിസ വെബ്സൈറ്റിൽ കയറാൻ പറ്റുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം. ആയിരക്കണക്കിന് ആളുകളാണ് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. വിസയ്ക്ക് അപേക്ഷിക്കാൻ വേണ്ടി ആളുകൾ ആദ്യം ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നു. ഇമെയിൽ ID ഉപയോഗിച്ച് അത് ഉറപ്പുവരുത്തുന്നു. പിന്നീട് അപേക്ഷ പൂർത്തിയാക്കാൻ വരുമ്പോൾ അക്കൗണ്ട് ബ്ലോക്ക് ആയതായി കാണിക്കുകയാണ്. എന്തുകൊണ്ടാണ് ബ്ലോക്ക് ചെയ്തതെന്ന് ഒരു വിവരവും ഉണ്ടാകില്ല. അവർക്ക് അപേക്ഷ തുടരാനോ വിസ ഇൻ്റർവ്യൂവിന് പുതിയ തീയതി എടുക്കാനോ കഴിയില്ല. ക്രോം, ഫയർഫോക്സ് തുടങ്ങിയ പലതരം ബ്രൗസറുകൾ ഉപയോഗിച്ചിട്ടും ഒരു കാര്യവുമില്ലെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഇതൊരു സാങ്കേതിക പ്രശ്നമാണെങ്കിലും ഇത് ആളുകളുടെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. വിസ ഇൻ്റർവ്യൂ മിസ്സായാൽ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സമയത്ത് അമേരിക്കയിലെത്താൻ കഴിയാതെ വന്നാൽ അത് വലിയ പ്രശ്നമാകും. ചിലപ്പോൾ അവരുടെ ലീഗൽ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് പോലും നഷ്ടപ്പെട്ടേക്കാം. ഇതിലും കഷ്ടം എന്താണെന്ന് വെച്ചാൽ US എംബസിയോ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റോ ഈ വിഷയത്തിൽ ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നതാണ്. ആളുകൾ ഒഫീഷ്യൽ സപ്പോർട്ട് ടീമുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മറുപടി കിട്ടുന്നില്ല. കിട്ടിയാൽ തന്നെ അത് പൊതുവെയുള്ള മറുപടിയായിരിക്കും. അതുകൊണ്ട് ഒരു സഹായവും ഉണ്ടാകില്ല. ഇത് ആളുകളെ കൂടുതൽ നിസ്സഹായരാക്കുകയാണ്. ജൂൺ ജൂലൈ മാസങ്ങൾ US യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും പുതിയ ജോലിക്ക് പോകുന്ന പ്രൊഫഷണൽസിനും വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ഈ സമയത്തുണ്ടാകുന്ന ചെറിയൊരു താമസം പോലും അവരുടെ പഠനത്തെയും ജോലിയെയും ബാധിക്കും. US ഏറ്റവും കൂടുതൽ വിസ അപേക്ഷകൾ അയക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്. 2023 മാത്രം 1.2 ദശലക്ഷത്തിലധികം ഇന്ത്യക്കാർ വിസിറ്റിംഗ് വിസ, സ്റ്റുഡൻറ് വിസ, വർക്ക് വിസ എന്നിവയിൽ അമേരിക്കയിലേക്ക് പോയിരുന്നു. അതുകൊണ്ട് വെബ്സൈറ്റിൽ ഉണ്ടാകുന്ന ചെറിയ തെറ്റുപോലും ആയിരക്കണക്കിന് കുടുംബങ്ങളെയും അവരുടെ ഭാവിയെയും ബാധിക്കും. 2025 മാർച്ച് പകുതി മുതൽ ഈ പ്രശ്നം കൂടിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കും ജോലിക്കാർക്കും ഇൻ്റർവ്യൂ തീയതി കിട്ടുന്നില്ല. പലതവണ ശ്രമിച്ചിട്ടും വെബ്സൈറ്റിൽ കയറാൻ പറ്റുന്നില്ലെന്നാണ് പലരും പറയുന്നത്. അപേക്ഷ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റ് ബ്ലോക്ക് ആവുന്നു. വെബ്സൈറ്റിൽ കയറുമ്പോൾ ആക്സസ് ലിമിറ്റേഷൻ ഒരു എറർ മെസ്സേജ് വരികയാണ്. വെബ്സൈറ്റിൻ്റെ നിയമങ്ങൾ തെറ്റിച്ചതുകൊണ്ട് കലണ്ടർ കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഒരു തെറ്റും ചെയ്യാത്തവർക്കും ഈ മെസ്സേജ് കാണിക്കുന്നുണ്ട്. സാധാരണയായി ഓട്ടോമേറ്റഡ് ടൂളുകൾ ഉപയോഗിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ അത്തരം ടൂളുകൾ ഉപയോഗിക്കാത്തവർക്കും ഈ മെസ്സേജ് വരുന്നുണ്ട്. വിസ വെബ്സൈറ്റ് ക്ലൗഡ്ഫ്ലെയർ എന്ന സുരക്ഷാ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരെ പോലും ഇപ്പോൾ പ്രതിസന്ധിയിലാക്കുകയാണ്. ചിലർക്ക് സ്ഥിരമായി വെബ്സൈറ്റിൽ കയറാൻ പറ്റാത്ത അവസ്ഥയുമുണ്ട്. വോട്ട് ഉപയോഗിച്ച് വിസ എടുക്കുന്നവരെ തടയാൻ വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. 2025 മാർച്ചിൽ ഇന്ത്യൻ എംബസി ഏകദേശം 2000 വിസ അപ്പോയിൻമെൻറ്റുകൾ റദ്ദാക്കിയിരുന്നു. ചില ആളുകൾ വോട്ട് ഉപയോഗിച്ച് വിസക്ക് അപേക്ഷിച്ചു എന്നതായിരുന്നു കാരണം. ഞങ്ങളുടെ ഷെഡ്യൂളിംഗ് നിയമങ്ങൾ ലംഘിക്കുന്ന ഏജന്റുമാരെയും ഇടനിലക്കാരെയും ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ല എന്നാണ് മറുപടിയായി എംബസി അറിയിച്ചത്. ഇങ്ങനെ ചെയ്തവരുടെ അക്കൗണ്ടുകൾ എംബസി ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. വിസ എടുക്കാൻ സഹായിക്കുന്ന ഏജന്റുമാർ 30,000 മുതൽ 35,000 രൂപ വരെ ഈടാക്കുന്നുണ്ടെന്ന് കണ്ടെത്തി. ഇവർ ബോട്ടുകൾ ഉപയോഗിച്ച് കൂടുതൽ വിസകൾ എടുത്തു വെക്കുന്നു. ഇത് സാധാരണക്കാർക്ക് വിസ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇത്തരം തട്ടിപ്പുകൾ തടയാൻ ശ്രമിക്കുമ്പോൾ സാധാരണ വിസ എടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. വെബ്സൈറ്റിലെ പ്രശ്നങ്ങൾ കാരണം പലർക്കും കൃത്യമായി അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റുന്നില്ല. ഇതിന് പരിഹാരം കണ്ടെത്താൻ സർക്കാർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആക്സസ് ലിമിറ്റേഷൻ എറർ വരുന്നവർ വിസ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട എല്ലാ ബ്രൗസർ എക്സ്റ്റൻഷനുകളും നീക്കം ചെയ്യുക. അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വീണ്ടും ശ്രമിക്കുന്നതിന് മുൻപ് 24 മണിക്കൂർ കാത്തിരിക്കുക. ബ്രൗസർ കാഷെയും കുക്കീസും ക്ലിയർ ചെയ്യുക. വേറെ ബ്രൗസറുകളോ ഡിവൈസുകളോ ഉപയോഗിക്കുക. വ്യത്യസ്ത ഇൻ്റർനെറ്റ് കണക്ഷനുകൾ ഉപയോഗിക്കുക. അപേക്ഷിച്ചവർ കണ്ടെത്തിയ ചില പോംവഴികളുണ്ട്. മൊബൈൽ ഡാറ്റ ഉപയോഗിച്ച് ശ്രമിച്ചാൽ വർക്കാകുമെന്നാണ് ചിലർ പറയുന്നത്. മറ്റൊന്ന് വേറെ ഡിവൈസ് ഉപയോഗിച്ച് ശ്രമിക്കുക എന്നതാണ്. സഫാരി, ഫയർഫോക്സ്, ക്രോം തുടങ്ങിയ ബ്രൗസറുകൾ മാറി മാറി ഉപയോഗിക്കുക. രാത്രി വൈകിയോ രാവിലെ നേരത്തെയോ വെബ്സൈറ്റ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇൻകോഗ്നിറ്റോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുക. ഈ രീതിയിൽ താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും ആക്സസ് ലിമിറ്റേഷൻ എറർ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. ഈ പ്രശ്നത്തിന് ഇതുവരെ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. എപ്പോൾ ശരിയാകുമെന്ന് ആർക്കും അറിയില്ല. വിസ കിട്ടാത്ത ആളുകൾക്ക് എങ്ങനെ വീണ്ടും അപേക്ഷിക്കാമെന്നതിനെക്കുറിച്ച് എംബസി ഒരു വിവരവും നൽകുന്നില്ല. വിദ്യാഭ്യാസ കൺസൾട്ടൻറ്റുകളും ഇമിഗ്രേഷൻ അറ്റോർണീസുകളും പറയുന്നത് US കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥർക്ക് പോലും ഇതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ്. ഇത് വിദ്യാർത്ഥികൾക്കും ജോലിക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഈ വെബ്സൈറ്റ് പ്രശ്നത്തിന് മുൻപ് F1 സ്റ്റുഡൻറ് വിസയുടെ അപ്പോയിൻമെൻറ്റുകൾ US ഗവൺമെൻറ് നിർത്തിവെച്ചിരുന്നു. ആദ്യമായി അപേക്ഷിക്കുന്നവർക്കായിരുന്നു ഇത്. ഇനിയിപ്പോൾ H1B, B1 അല്ലെങ്കിൽ B2 തുടങ്ങിയ വിസകളും വൈകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ആളുകൾ വെബ്സൈറ്റ് റീഫ്രഷ് ചെയ്തും സപ്പോർട്ട് ടീമിന് ഇമെയിൽ അയച്ചും പല ഡിവൈസസ് ഉപയോഗിച്ചും കാത്തിരിക്കുകയാണ്. സിസ്റ്റം എപ്പോഴെങ്കിലും ശരിയാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. US അധികാരികൾ ഈ പ്രശ്നം പരിഹരിച്ച് ഒരു പ്രസ്താവന ഇറക്കുന്നതുവരെ പല ഇന്ത്യക്കാരുടെയും ഭാവി പദ്ധതികൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ നടക്കും എന്ന പ്രതീക്ഷയിൽ അവർ കാത്തിരിക്കുകയാണ്.